ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾക്കും തന്റെ അനുയായികൾക്കും എത്രമാത്രം മാപ്പ് ചെയ്യുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും അവരിൽ നിന്ന് വരുന്ന വീഴ്ചകൾ ഒഴിവാക്കി കൊടുക്കുകയും അവര് ഇനി വല്ല വീഴ്ചയും വന്ന് കാരണം ബോധിപ്പിച്ചാൽ അല്ലെങ്കിൽ കാരണം ബോധിപ്പിക്കാതെയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന വളരെ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ ഞാൻ ചില കഥകൾ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട അലിയാർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ അയച്ചു, സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്, മിഖ്ദാർ, മൂന്നാളെയും കൂടെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്തലിക്കു ഹത്താ തഅതു റൗലത ഖാഖ് തോട്ടത്തിന്റെ അരികിൽ നിങ്ങൾ എത്തണം. ഫഇന്ന ബിഹാ ലഈന മഅഹാ കിതാബ്, അവിടെ ഒരു സ്ത്രീ ഉണ്ടാകും, അവളെ കയ്യിൽ ഒരു എഴുത്തുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിന്റെ അരികിൽ കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖുദൂഹു മിൻഹാ, ആ എഴുത്ത് അവളിൽ നിന്ന് വാങ്ങണം. അവര് അങ്ങനെ അലിയാര് പറയാണ്, ഞങ്ങൾ പോയി, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ പിടികൂടി. ആ നബിതങ്ങൾ പറഞ്ഞ് കൃത്യസ്ഥലത്ത് വെച്ചാണ് പിടികൂടിയത്. അപ്പൊ ഇവരെത്തുമ്പോൾ അവള് എവിടെ എത്തും? അവള് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുകയാണ്. അവള് ഇവിടുത്തെ രഹസ്യം ചോർത്തിക്കൊണ്ടാണ് പോകുന്നത്, യുദ്ധ രഹസ്യം ചോർത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോ നബിതങ്ങൾ അവിടെ എത്തുന്ന സ്ഥലവും ഇവരവിടെ എത്തുമ്പോൾ അവൾ ഉണ്ടാകുന്ന സ്ഥലവും കൃത്യമായി പറഞ്ഞു കൊടുത്തു. അത് നബിമാർക്കല്ലാതെ ഇത്തരം പ്രവചനങ്ങൾ ഒരിക്കലും പറയാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ വഹി കിട്ടുന്നത് ഇവരായതുകൊണ്ട് തന്നെയാണ് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ തോട്ടത്തിന്റെ അരികിലെത്തിയപ്പോൾ ആ പെണ്ണിനെ കണ്ടു. അവര് ചോദിച്ചു, ഉഖ്രിജി അൽ കിതാബ്, ആ എഴുത്ത് കണ്ടെടുക്കുകയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് എന്റെ അടുത്ത് എഴുത്തൊന്നുമില്ല, മാ മിൻ കിതാബ്. അപ്പോൾ അലിഹാരും സഹാബികളും പറഞ്ഞു, ലനുഖ്രിജന്നൽ കിതാബ, ഞങ്ങളെ നിന്നിൽ നിന്ന് എഴുത്തെടുക്കുക തന്നെ ചെയ്യും. ഔല നൻസിഅന്ന സിയാബ, അല്ലെങ്കിൽ വസ്ത്രമൊക്കെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് വേഗം എടുത്തോ, ഞങ്ങളോട് ഞങ്ങൾ അള്ളാന്റെ റസൂലിന്റെ അടുക്കിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് നിന്റെ അടുത്ത് നീ ഒരു എഴുത്തുമായാണ് പോകുന്നത് എന്ന്. അപ്പോൾ അവള് പേടിച്ചു. അവളുടെ മുടിക്കെട്ടിന്റെ ഉള്ളിൽ വെളുപ്പിച്ചു വെച്ചത് ആ എഴുത്ത് ഇങ്ങോട്ട് എടുത്തു. എഴുത്തൊക്കെ കൃത്യമായ നബിതങ്ങൾ എങ്ങനെ അറിഞ്ഞു? വഹി മുഖേന അറിഞ്ഞതാണ്, അല്ലാതെ അറിയാൻ സാധ്യമല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ അത് വാങ്ങി വന്നു, റസൂലുള്ളാഹിന്റെ അരികിൽ തിരിച്ചു വന്നു. അപ്പോൾ ആ എഴുത്തിൽ എന്താ ഉള്ളത്? മിൻ ഹാത്തിബ് ബിൻ അബീ ബൽതാ, ഹാത്തിബ് ബിൻ അബീ ബൽതാ എഴുതുന്നു, ഇലാ ഉനാസിൻ മിനൽ മുശ്രിക്കീന ബി മക്ക, മക്കയിലെ മുശ്രിക്കീങ്ങളിലേക്ക്, യുഖ്ബിറുഹും അംറൻ മിൻ അംരി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതുപോലെ അതിന്റെ രഹസ്യങ്ങളൊക്കെ മക്കയിലെ മുശ്രിക്കീകൾക്ക്, ശത്രുക്കൾക്ക് എത്തിച്ചു കൊടുത്തതാണ്. ഹാത്തിബാണ് ഇത് എഴുതിയത്. ഹാത്തിബ് ബദറിൽ പങ്കെടുത്തൊരു സഹാബിയായിരുന്നു, വലിയ മഹാനായിരുന്നു. പക്ഷെ ഹാത്തിബ്, അപ്പോൾ നബി തങ്ങൾ ഹാത്തിബിനെ വിളിച്ചു, ഹാത്തിബിനോട് ചോദിച്ചു, ഇതെന്താ ഹാത്തിബ്? അപ്പോൾ ഹാത്തിബ് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ലാ തഅജൽ അലയ്യ, നിങ്ങൾ എന്റെ മേൽ ശിക്ഷ പെട്ടെന്ന് നടപ്പാക്കല്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, എന്റെ കുടുംബമൊക്കെ മക്കയിലുണ്ട്, ഇവിടെയുള്ള മുഹാജിറുകള്, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, എനിക്ക് മക്കയിൽ ആരുമില്ല. പക്ഷേ എൻ്റെ ചില സ്വത്തുക്കളും മറ്റുമൊക്കെ മക്കയിലുണ്ട്. എന്നാൽ ഇവിടെയുള്ള പല മുഹാജിറുകൾക്കും മക്കയിൽ കുടുംബക്കാരുണ്ട്, അവരുടെ സ്വത്തൊക്കെ സംരക്ഷിക്കാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധങ്ങൾ സംരക്ഷിക്കാനൊക്കെ ആളുണ്ട്, എനിക്ക് ആരുമില്ല. അപ്പൊ മുശ്രിക്കുകൾ എൻ്റെ വസ്തുക്കൾ ആക്രമിക്കുമോ എന്നൊക്കെ ഞാൻ ഭയന്നപ്പോൾ എനിക്ക് അവരുമായ ഒരു ടച്ച് ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു എഴുത്തെഴുതിയതാണ് നബി. അല്ലാതെ ഞാൻ അവിശ്വാസത്തിലേക്ക് പോയത് കൊണ്ടോ അല്ലെങ്കിൽ അവിശ്വാസം തൃപ്തിപ്പെട്ടത് കൊണ്ടോ ദീനിൽ നിന്ന് മുർത്തദ്ദായതിന് വേണ്ടിയോ ചെയ്തതല്ല നബിയെ. അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം നബിയെ എന്ന് ബഹുമാനപ്പെട്ട ഹാത്തിബ് മാപ്പ് ചോദിച്ചു. ഈ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹാത്തിബിനെ വധിച്ചു കളയാൻ വേണ്ടി, ഹാത്തിബ് വൻകുറ്റമാണ് ചെയ്തത്, യുദ്ധക്കുറ്റമാണ് ചെയ്തത്, രഹസ്യമാണ് ചോർത്തിയത്.
ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഹത്തീബിനെ ശിക്ഷ നടപ്പാക്കേണ്ട നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇന്നഹു ശഹിദ ബദറ, ഉമറെ അടങ്ങി നിൽക്കൂ, ഇവര് ബദറിൽ പങ്കെടുത്ത മഹാനാണ്. ബദറിൽ പങ്കെടുത്തവരെ പറ്റി അള്ളാഹ് പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് എന്ത് വന്നാലും ഞാൻ പുറത്തു ഇരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഹാത്തിബിനെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. ഹാത്തിബ് മനഃപൂർവ്വം ചെയ്തതല്ല, അല്ലെങ്കിൽ തിന്മയായി അവിശ്വാസത്തിലേക്കോ അവിശ്വാസികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ചെയ്തതല്ല. അദ്ദേഹത്തിന്റെ എതിർ പറഞ്ഞില്ലേ, കാരണം പറഞ്ഞില്ലേ, അതുകൊണ്ട് മാപ്പ് ചെയ്തു കൊടുക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മാപ്പ് ചെയ്യുന്നവരായിരുന്നു. അവിടുന്ന് എത്രമാത്രം തൻ്റെ അനുയായികളിൽ നിന്നും വമ്പിച്ച തെറ്റ് വന്നാലും അവരുടെ കാരണങ്ങൾ സ്വീകരിക്കുകയും എന്നായിക്കോട്ടെ സാരമില്ല ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞ് മാപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ഇതേ മാപ്പിന്റെ സ്വഭാവം, സൽസ്വഭാവം അത് നമുക്കൊക്കെ ഉണ്ടാവണം. അവിടുത്തെ ഇത്തിബാഅ് ചെയ്യുമ്പോൾ നാം സഹനവും മാപ്പും വിനയവും സൽസ്വഭാവങ്ങളുമാണ് ഉണ്ടാവേണ്ടത്. കോപത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും സ്വഭാവങ്ങൾ നമ്മിൽ നിന്നും ഇല്ലാതെയാകണം എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.